ജാസ്മിനും ഗബ്രി ഇവിടെ ഭയങ്കരമായിട്ടുള്ള സംസാരത്തിലാണ്. പരാതികളും പരിഭവങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിച്ച് തീർക്കാണ് രണ്ടുപേരും. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഗബ്രി നീ പഴയ പോലല്ല, നീ ഭയങ്കരമായിട്ട് മാറി. ഇപ്പം ഞാൻ അടുത്ത് സംസാരിക്കാൻ വരുന്ന ടൈമിൽ പോലും നീ അകന്ന് മാറിപ്പോവുക, അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ നിനക്കാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തത്, നീ പ്രാക്ടിക്കലായിട്ടിരിക്കുക. നീ ഇപ്പോൾ ആരുടെ വാക്കുകളാണോ കേൾക്കുന്നത് അവരെ മാത്രമേ നിനക്ക് വിശ്വാസമുള്ളൂ. മീൻസ് നീ റസ്മിൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് നീ എന്നോട് സംസാരിക്കാൻ വരുന്നത്. അബ്സല്യൂട്ട്ലി റോങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സായിയും ടീമും സിജോയും അർജുനൊക്കെ കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അഭിഷേകിനെ ഒന്ന് പുറത്തിറക്കണം, ആക്റ്റീവാക്കണം, പുള്ളിക്കിട്ടൊരു കൊട്ട് ഞാൻ നാളെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്നൊക്കെ സിജോ പറയുന്നുണ്ട്. വീണ്ടും ക്യാമറ ജാസ്മിൻ്റെയും ഗബ്രിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, ഗബ്രി നിനക്ക് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് കൂളായിട്ട് ഇവിടെ ഗെയിം അറ്റൻഡ് ചെയ്യാനും നിനക്ക് മറ്റുള്ളവരോട് ഹാപ്പിയായിട്ട് സംസാരിക്കാനും കഴിയുന്നുണ്ട്. എനിക്ക് പക്ഷേ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ഞാനൊരു സൈഡിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും, എനിക്ക് ഒന്നിനും പറ്റില്ല. നീ എന്താണ് സ്നേഹം കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, നീ എന്താണ് നിൻ്റെ ഇമോഷൻസ് നീ കാണിക്കാതെ നീ ഹാപ്പി ആയിട്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗബ്രി പറയുകയാണ്, എനിക്ക് എൻ്റെ ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ലാസ്റ്റ് കൺഫെഷൻസ് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഞാൻ ആകെ തകർന്നിരുന്ന സമയത്ത് തീരുമാനം എടുത്തതാണ് എൻ്റെ ഇമോഷൻസ് ആരെയും കാണിക്കില്ല എന്നുള്ളതെന്ന് ചോദിക്കുമ്പം ജാസ്മിൻ പറയുകയാണ്, നീ എന്നെ കാണിക്കുന്നുണ്ടല്ലോ, നീ എൻ്റെ അടുത്തതെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, ദേഷ്യം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗബ്രി പറയുകയാണ്, നിൻ്റെ അടുത്ത് എനിക്ക് അത്രത്തോളം സ്നേഹം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, സ്നേഹം ഉണ്ട് എന്നുള്ളത് നിൻ്റെ വാക്കിൽ മാത്രമേ ഉള്ളൂ, നിൻ്റെ പ്രവൃത്തിയിലില്ല എന്ന് പറയുമ്പോൾ ഗബ്രി പറയുകയാണ്, അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയാൻ കാരണം? നിന്നെ ഹാപ്പിയാക്കാൻ അല്ലെങ്കിൽ നീ നല്ല രീതിയിൽ ഗെയിം കളിച്ചു പോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? തുറന്ന് പറയൂ. നീ എന്ത് പറഞ്ഞാലും ഞാനതിപ്പോൾ കേൾക്കാം. കാരണം നീ ഹാപ്പി ആയിട്ട് ഇവിടെ സ്റ്റേബിളായിട്ട് ഗെയിം കളിച്ച് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഗബ്രി പറയുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, നീ പഴയ പോലെ ആയാൽ മതി. നീ പഴയ പോലെ എല്ലാവരുടെ അടുത്തും ഹാപ്പിയായി ചിരിച്ച് സംസാരിക്കണം. എൻ്റെ അടുത്തും നമ്മൾ ഫസ്റ്റ് വീക്കിൽ നല്ല കൂട്ടുകാരായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ക്ലോസായി, അത് കഴിഞ്ഞ് വീണ്ടും ക്ലോസായി. അതേപോലെ എന്നോട് നീ പെരുമാറുന്ന കാണാനാണ് എനിക്കിഷ്ടം. ദയവ് ചെയ്ത് ഒരു കാര്യം മാത്രം നീ എനിക്ക് ഉറപ്പ് തരണം, നീ ഒരിക്കലും ഇങ്ങനെ മുഖം താഴ്ത്തി എവിടെയും ഒറ്റയ്ക്ക് പോയിട്ടിരിക്കരുത്. എനിക്കത് കാണുമ്പോൾ നിനക്ക് പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ എനിക്കത് കാണുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല, അതെന്നെ വല്ലാതെ തളർത്തിക്കളയും എന്ന് ഗബ്രിയോട് ജാസ്മിൻ പറയാണ്. അപ്പോൾ ഗബ്രി പറയണം, എൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറ്റാൻ എനിക്കറിയില്ല, എൻ്റെ മുഖത്തെ ഭാവം മാറ്റി നടക്കാൻ എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്യും, പക്ഷേ എൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറ്റി എനിക്ക് നടക്കാൻ കഴിയില്ല. ഇനി ഇതാണ് നിനക്ക് ആവശ്യമെങ്കിൽ ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കാം, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കാം. ഇപ്പോൾ നീ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക. പണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കുമെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നീ എനിക്ക് താങ്ങുന്നതാണേലുമായിരുന്നു, ഞാൻ നിനക്ക് താങ്ങുന്നതാണേലുമായിരുന്നു. പക്ഷേ ഇന്ന് നീ എന്നെ കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഗബ്രി ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ജാസ്മിൻ, എനിക്കൊന്നും കേൾക്കണ്ട ഗബ്രി, ഈ ടോപ്പിക്ക് നീ നിർത്ത് എന്ന് പറഞ്ഞ് ചെവി പൊത്തിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിവിങ് റൂമിലേക്ക് ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ചു. അവരങ്ങോട്ടേക്ക് പോയി.